അങ്ങനെ പലതും അങ്ങനെയാണ്, എവിടെയും അങ്ങനെയാണ്. ചില ആൾമാർ എന്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവാത്ത ആൾമാരിക്കളാർ. എന്ത് ഹൈറാക്കിയെങ്കും ജീവിതത്തിൽ അങ്ങനെ അവസാനം ചൊല്ലാറ്, നിന്റെ മുട്ടത്ത് ഒരു ഹൈറും ഞാൻ കണ്ടിട്ടില്ലേ, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തല്ലേ ചില പെണ്ണുങ്ങളെ ಬಗ್ಗೆ ചൊന്തു, ഭർത്താക്കന്മാർ എത്ര നല്ല ഗുണങ്ങൾ എന്തിനാക്കി കൊടുത്തെങ്കും അവസാനം അവൾ ചൊല്ലാറ്, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളുടെ മുട്ടത്ത് ഒരു ഹൈറും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് ചൊല്ലെങ്കത്തെ ചില പെണ്ണുങ്ങൾ ഉള്ള അത് മോശമാണ്. എന്റെ ഈ ഭർത്താവ് എല്ലാം ആക്കി കൊടുക്കടാ, എവിടമാ ചെറിയ പ്രയാസമായിട്ട് ആ സമയത്ത് അവൾ ചെന്നാൽ നിങ്ങ ഇങ്ങനെ എപ്പ നോക്കിയെങ്കൊണ്ട് നിന്റെ മുട്ടത്ത് ഒരു ഹൈറും ഞാൻ കണ്ടിട്ടില്ല, ഇത് മോശമാണ്, നല്ല ഗുണങ്ങൾ കാണുകാവില്ലേ. അതേ സമയത്ത് ചില ഭർത്താക്കന്മാരും ഇക്കിടാറ് രാത്രി പകൽ വ്യത്യാസമില്ലാണ്ട് ഓന്റെ ഹിദ്മത്താക്കടെ മക്കളെ തർബിയത്താക്കടെ അങ്ങനെ ഹിദ്മത്താക്കടെങ്കത്തെ പെണ്ണ് അവൾക്ക് പുരുഷത്തേക്കില്ല. സുബൈ 4 ഗಂಟೆಗೆ 10 എഞ്ചെങ്ക് ഉറങ്ങടെ 12 ഗಂಟೆಗೆ അതിനിടക്ക് ഞങ്ങല്ല ഇടയിൽ പോയിട്ട് ഉറങ്ങിയിട്ടല്ല ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പണിയല്ലേ, സ്വറ അല്ലേ, സുബൈക്കും ഉറങ്ങിത്ത് ഉച്ചക്കും ഉറങ്ങിത്ത് അവൾക്ക് ഉറക്കില്ലേ. എന്നിട്ട് അവളൊട്ടിಗೆ ഞാൻ കേൾക്കട്ടെ നിക്ക് എന്തൊരു സ്വറ ഉണ്ടോ, ನಾನು ಅವಳೊಟ್ಟಿಗೆ ಇಟ್ಟುಕೊಂಡಿக்கிறே ನಿಕ್ಕೆಂದು ಸ್ವರ ಇಲ್ಲ, ಸ್ವರ ನಕ್ಕ ಮಾತ್ರ ಪರ್ತು ಹೋಯ್ತು ಕೊಟ್ಟು ಬಿಕ್ಕಾಸಲು ಸ್ವರ ಹಾಕ್ಯಂಗೆ ಬೇರೆ ಅದು ಮಾತ್ರആണ് ಸ್ವರ. ಅವತ್ತು ಸುಬೈರು ಬಿಡಿಸಿ ಮೊಯ್ತೋಳ ಕಾಲ್ಗೆ ಚಕ್ರ ಕಟ್ಟಿ ಓಡ್ರದು ಇದೆಂದು ಸ್ವರ ಅಲ್ಲ. ಅವಳೊಟ್ಟಿಗೆ ನಾನು ಚೊಲ್ಲ ನಿಕ್ಕೆಂದ್ರೆ സ്വര ಉಂಟು, ഇതേ സ്വര അല്ലേ, ഒത്തു മൊബൈൽ ഒത്തും പറഞ്ഞത് ഇതേ സ്വര. ഇതും നന്ദി കെട്ട ആളാണ്. പുരുഷനും നന്ദി കെട്ട ആളാവിട, പെണ്ണും നന്ദി കെട്ട ആളാവിട. അങ്ങനെ ആകാൻ പാടില്ല. നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പ്. ഇത് എല്ലാവർക്കും ബാധക്കാണ്. എല്ലാവർക്കും A to Z മനുഷ്യന്മാരെ ഇവിടെ എല്ലാം ഉള്ളാറാ അങ്കെല്ലാവർക്കും ഓരോരുത്ത നല്ല ഗുണങ്ങൾ പാലിക്കൊണ്ടുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ. ഒരു പുതിയാപ്പിള്ളയായ ആള് അവന്റെ പെഞ്ഞായി പെണ്ണിടെ അവൻ വിളിച്ച വന്നാണ്ടായെങ്കിൽ ആ പെണ്ണിടെ വളരെ ചന്തത്തിൽ നോക്കണു. എന്റെ ആ പെണ്ണിന് അബ്ബ ഉമ്മ സഹോദരൻ ഭർത്താവ് എല്ലാം ഓണാണ്. കാരണം എല്ലാം വിട്ടിട്ട് ഒരു പുതിയ വാതാവരണത്തിൽ ബണ്ടെങ്കത്തെ പെണ്ണിടെ ഒരിക്കലും ഉപദ്രവക്കുതീറ, മാനസികമായി ഹിംസ കൊടുക്കുതീറ, ശിക്ഷിക്കുതീറ. അങ്ങനെ ശിക്ഷിച്ചാണ്ടായെങ്കിൽ ആറ് പിന്നൊരുത്തരെ ഉപദ്രാക്കടാണ്. അത് പെഞ്ഞായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നിരപരാധിയാണോ ആ നിരപരാധിയുടെ ദ്വാ പഠിച്ചോൺ സ്വീകരിക്കടാ ദുനിയാവിൽ വെച്ചിട്ടേ കിട്ടും, ഉറപ്പാണ്, അതിൽ സംശയമേ ഇല്ല. ഈ അടുത്തൊരു പഞ്ചായത്ത് കയറ്റി ഉറവക്കും എന്തിനും ചൊന്നെങ്കിൽ പെണ്ണ് മങ്ങിലായിട്ട് ഒമ്പന്നറ ഈ പെണ്ണ് ഹിംസ കൊടുക്കടാ, ബുദ്ധിമുട്ടാക്കടാ, മൊബൈൽ കൊടുക്കില്ല, ഭയങ്കര പ്രയാസാണ്. ഓ നല്ല ആളാണ്, വലിയ സംഘത്തിൽ പ്രവർത്തിക്കണമെങ്കത്ത ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തങ്ങന്മാരൊട്ടിക്കുന്ന ആളാണ്. അങ്ങനെ പെണ്ണിടൊട്ടിക്ക് സമസ്യ എന്തിനും കേൾക്കുമ്പോൾ അവൾ മീൻ തിന്നില്ല, മീൻ തിന്നില്ല, അത് മീൻ തിന്നണുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹിംസ എല്ലാം ആക്കടെ. ഇതെന്തൊരു മുസീബത്താണ്. ഓന്റെ വൈകി എന്തിനായിട്ടാണ് ചൊല്ലണായ സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യരെ പഠിച്ചോനെ എങ്ങനെയാണ് പഠിക്കടേ. എല്ലാവർക്കും മീൻ തിന്നതാവുന്നുണ്ടാ, എല്ലാവർക്കും ഇപ്പൊ കോലി തിന്നതാവുന്നുണ്ടാ, എല്ലാവർക്കും എല്ലാം തിന്നതാവില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ തിന്നാത്തതില്ലേ. ഉടത്തെ ഇറച്ചി കുമ്പന്നാറ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉട അത് തിന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ റായത്ത് ഇതില്ല, ഹലാലാവാത്തത് കൊണ്ടല്ല, ഞങ്ങളുടെ റായത്ത് ഞങ്ങൾക്ക് ഇതില്ല. തിന്നുകത്ര റാത്താവില്ലേ, തിന്നുകാവില്ല ആർക്കും, പലപ്പോഴും ആവില്ല. ഒൻറ്റടെ ഇറച്ചി ഫസ്റ്റ് അവർക്ക് തിന്റെ അബുദാബിയിൽ അത് തിണ്ടുപോയിട്ട് കാര്യമേ വേറെ സമയമില്ല. എന്തേ അത് തിന്നിട്ട് നിങ്ങൾക്ക് പരിചയമില്ലേ. തിന്നുക പരിചയമില്ലാത്ത ആള് തിന്നുകാവാത്ത ആളെ കുമ്പോയിട്ട് ബായിക്ക് തള്ളിയങ്കാവാ. അപ്പൊ ഇതെന്ത് മാനസികമാണ്, ഇതെന്തൊരു രോഗമാണ്. പഞ്ചായത്തേക്ക് വരുമ്പോ കാര്യമായ പെണ്ണിടെ സമസ്യ എന്തിനു നിങ്ങൾ അവൾ മീൻ തിന്നില്ല. അതുകൊണ്ട് വർഷങ്ങളായിട്ട് തിങ്കൾ കെട്ടലെ അവൾ ഹിംസ, അവൾക്ക് ഫോൺ ആക്കോ കൂടില്ലേ, ഫോൺ കൊടുത്തോണ്ടില്ല, ഇപ്പോഴും കൊടുത്തോണ്ടില്ല. ഇതെന്തൊരു മുസീബത്ത്. റബ്ബൻ തലൽ പിടിച്ചിട്ട് പഠിച്ചോണ്ട് കേൾക്കട ഉറപ്പല്ലേ. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട പെണ്ണുക ഹിംസയാക്കണോ, പാവപ്പെട്ട പെണ്ണുക എന്തിനു ബുദ്ധിമുട്ടാക്കണോ. സുബ്ഹാനമഞ്ചല്ല. ഇങ്ങനത്തെ എത്ര ആൾമാർ പുറത്തവൻ വലിയ പ്രവർത്തകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേ സമയത്ത് ഔത്തർ ഉൾക പോയിട്ട് സ്വന്തം പെഞ്ഞായി മാനസിക ഹിംസ കൊടുക്കണമെങ്കിൽ ആൾമാരുള്ള ഗൾഫിൽ തെറ്റിട്ട് ചില പെഞ്ഞായിമാർക്ക് ഫോണേ ആക്കില്ല. ഉള്ള തിങ്കൾ കെട്ടലെ പെഞ്ഞായി ഹിംസ കൊടുക്കടേ, ബുദ്ധിമുട്ടാക്കടേ. അപ്പുറത്തെ ഇപ്പറവും പാടില്ല, ഇപ്പുറത്തെ അപ്പുറവും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ നല്ലവൺ ആരും ചൊന്നെങ്കിൽ സ്റ്റേജിൽ തെക്കിടവണല്ല, പ്രസംഗിക്കിടവണല്ല, കോട്ടിയിടവണല്ല, അവൻ വലിയ വല്യ വേച്ചവണല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളവൻ ആരെന്ന് കേട്ടെങ്കിൽ വലിയ ഹുദ്ദകളുള്ളെങ്കിൽ ആള് എന്നെ നോക്കിയെങ്കും അവനൊരു സ്ഥാനമാനങ്ങളാണ്, അധികാരങ്ങളാണ്. അവന്റെ എഴുതി വെക്കുക വലിയ ലോങ് ബുക്കും അയ്യാവല അത്ര വലിയ ഹുദ്ദയാണ്. അഞ്ഞ അധ്യക്ഷ ഇഞ്ഞ അധ്യക്ഷ ഇത് എല്ലാം ഉണ്ട്. അതേ സമയത്ത് അവನು ഖൈറല്ല. ആരാണോ ഖൈർ സ്വന്തം പെഞ്ഞായിരമുട്ട പോയപ്പ അവൾ നല്ല അഭിപ്രായം ഇയാളെ ಬಗ್ಗೆ ചൊല്ലാള എങ്കിൽ ഓനാണ് ഖൈർ. അതേ സമയത്ത് ഇതിൽ ഉൾട്ടുള്ള ആള് ഷർറാണ്. അവൻ എത്ര വലിയ ബമ്പായെങ്കും പെഞ്ഞായി പോയിട്ടാകും ചൊല്ലെ ഞാൻ അയാൾ ബാക്കിയായറബെ അല്ലാത്തങ്ങ എഞ്ഞ ഓടിറത്താറ് എപ്പം ഓടിറത്താറെന്ന് ചൊന്നാലെങ്കിൽ അതിൽ വലിയ ആചാരക്കൂ ഉസ്താദോക്കൂ
ബഹു എല്ലാവർക്കും ഭയങ്കര, പക്ഷേ ബിൽക്കുൽ സൈക്കു സാധ്യയില്ലാണ്ട് അവൾ ചൊന്നാളാ എങ്കിൽ നീ എത്ര വലിയ ബമ്പ ഭർത്തായെങ്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ ഷർക്കും നീ എടുത്തിട്ടെങ്കെത്ത ആള് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ഇത് പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചൊന്ന ഹുസ്നുൽ ഖുലുഖ് ഉണ്ടാക്കുക അത്ര സുലഭയില്ലേ, അത് ഭയങ്കര 30 ഖത്മല്ല ഓതിയിട്ട് സുബൈർ പിടിച്ച് മൊയ്തോല ഏത്തിക്കാഫ് തെച്ചിട്ട് റമദാൻ മൊത്തം 30 നാൾ ഏത്തിക്കാഫ് പള്ളിയിലേ നേർച്ചയാക്കി ചെങ്കെത്തനാണ് ആ ഇബാദത്ത് പവർ പറഞ്ഞുണ്ടായെങ്കിൽ എപ്പ പവർ പണ്ട് വന്നുണ്ട പള്ളിയുടെ ഏത്തിക്കാഫല്ല കഴിഞ്ഞിട്ട് റമദാൻ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഓടി കൊണ്ട് പറഞ്ഞ ഒരു ചെറുക്ക പാവ ഓടി വന്നിട്ട് നക്കവൻ താണ്ടിട്ടാകുമ്പോ നന്റെ പല്ലങ്ങ് കടിക്കൂ സുറുവൈത്ത് നാണ് കിട്ടിയെങ്ക അവന് കിട്ട പൊലി അല്ലെങ്കിൽ പൊലിയുടെ അവന് കിട്ടില്ല ഓടിരല്ലേ അപ്പൊ ചൊണ്ടി കണ്ടുപിട്ടിരാണ്ട് അത്രയെങ്കിലും ഞാൻ കേക്കടേ. അപ്പോ റമദാൻ 30 നാളത്തെ ഏത്തിക്കാഫും ഈ നിസ്കാരവും ഈ ഖത്മും എല്ലാം തണ്ണിൽ വെച്ച ഒറ്റ ചരണ്ടിൽ തണ്ണി വിദ്യ പോലായിട്ട് എന്റെ ഈ ഇബാദത്തുകൾ ഈ ഖത്മുകൾ കാര്യങ്ങളെല്ലാം ആക്കിയവനു ഹുസ്നുൽ ഖുലുഖ് ചൊല്ല മീസാന്റെ ബാറാക്കടങ്കെത്ത് സൽക്കർമ്മങ്ങളിലെ തെല്ല് താണ്ടിയപ്പ അവന്റെ സ്വഭാവങ്ങൾ മൊത്തം മാറിപ്പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താണ്ടിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ആക്കിയാർ